ഗൈസ്, ഇത് എക്സാം ഡേയ്സ് ആണ്. എല്ലാവരും അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട സമയമാണ്. ഇവിടെ ഉഴപ്പി നടക്കരുത്. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഒരിടത്തിരുന്ന് എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. അല്ലെങ്കിൽ എല്ലാം കൂടി തകടം പറയും. ഇനി റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നവരായാലും ശരി, സ്കൂൾ ഗോയിങ്ങിൻ്റെ അക്കാഡമിക് എക്സാം എഴുതാൻ പോകുന്നവരായാലും ശരി, അടിപൊളിയായിട്ട് പഠിച്ചേക്കണം. നമ്മളിവിടെ ഫിസിക്സ് +1 ടോപ്പിക്, റൊട്ടേഷണൽ മോഷൻ അകത്തുള്ള ഒരു അടിപൊളി ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. മൊമെന്റ് ഓഫ് ഇനർഷ്യ. മൊമെന്റ് ഓഫ് ഇനർഷ്യ അടിപൊളിയായിട്ടൊരു ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. എന്താണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ? ഐ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യയെ റെപ്രസെന്റ് ചെയ്യുക. I = m×x². ഇതാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഫോർമുല. എം എന്ന് പറഞ്ഞാൽ മാസ്, എഴുതി വൈ, വെറുതെ കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, എഴുതി വൈ. എം എന്ന് പറഞ്ഞാൽ മാസ്, എക്സ് എന്ന് പറഞ്ഞാൽ മക്കളെ പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് എന്ന് എഴുതി വെച്ചേക്കണം. ഇത് ഞാനൊരു പ്രോബ്ലത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യും ഇതിനെക്കുറിച്ച്. എക്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഡിസ്റ്റൻസ് അല്ല, എക്സ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് ആണ്. അത് നമ്മൾ അടുത്തൊരു പ്രോബ്ലത്തിൽ അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഇനി ഒരു കാര്യം കൂടി, യൂണിറ്റ് ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടി ഞാൻ പറഞ്ഞേക്കാം. മാസിന് പകരം കിലോഗ്രാം, ഡിസ്റ്റൻസിന് പകരം മീറ്റർ സ്ക്വയർ. അപ്പൊ ഇതാണ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ് മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ എന്തുവാ യൂണിറ്റ്. ഓക്കെ ആണല്ലോ മക്കളെ? മൊമെന്റ് ഓഫ് ഇനർഷ്യ വെച്ചുള്ള ഒരു അടിപൊളി ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോവാ. എല്ലാവരും നോട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതിയേക്കണം, അല്ലാതെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കരുത്. എക്സാം ടൈമാണ്, നമുക്ക് അടിച്ച് പൊളിക്കണം. ഗൈസ് എവിടെ നോക്കിക്കോ. കൺസിഡർ 3 ഐഡന്റിക്കൽ മാസസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3 ഐഡന്റിക്കൽ ആയിട്ടുള്ള മാസുകളുണ്ട്. They are located at the corners of equilateral triangle of side length L. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോവാന്ന് വെച്ചാൽ, ഞാനൊരു ഇക്വിലേറ്റർ ട്രയാങ്കിൾ അങ്ങോട്ട് കൺസിഡർ ചെയ്യാൻ പോവാ. ഇക്വിലേറ്റർ ട്രയാങ്കിളിന് എല്ലാ വശങ്ങൾക്കും ഒരേ നീളമായിരിക്കും. ഓക്കെ, ഇതിൻ്റെ കോർണേഴ്സിലാണ് നമ്മുടെ ഐഡന്റിക്കൽ ആയിട്ടുള്ള മാസുകൾ ഇരിക്കുന്ന. ഒന്നാമത്തെ മാസ് ഞാൻ 1 ഇവിടെ നമ്പർ ഇടാം. രണ്ടാമത്തെ മാസ് 2 ഞാൻ, പക്ഷെ ഐഡന്റിക്കൽ ആണ്, എം ആണ് രണ്ടാമത്തെ കോർണറിലെ ഐഡന്റിക്കൽ മാസ്. മൂന്നാമത്തെ കോർണറിലിരിക്കുന്ന ഐഡന്റിക്കൽ ആയിട്ടുള്ള മാസ്. അങ്ങനെ 3 മാസുകൾ ഓരോ കോർണേഴ്സിൽ നമ്മൾ എടുത്തു വെച്ചു. ഇനി ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. അപ്പൊ ഇതുവരെ നമ്മൾ വായിച്ചു. ഇനി ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ സിസ്റ്റം എബൌട്ട് ദ ആക്സിസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. ഇതുവരെ മൊമെന്റ് ഓഫ് ഇനർഷ്യയെ കുറിച്ച് ഒരു വകയും അറിഞ്ഞുകൂടാത്തവർക്ക് ഇപ്പൊ പഠിച്ചു പോവാം. ഈ ആക്സിസ് ரொம்ப മുഖ്യം ബിഗിലെ, ரொம்ப മുഖ്യം. ആക്സിസ് എവിടെ കൂടിയാ പാസ് ചെയ്ത് പോകുന്നത്? ആക്സിസ് പാസസ് ത്രൂ എനി വൺ ഓഫ് ദ കോർണർ. നമ്മുടെ 3 കോർണേഴ്സ് ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒന്നിൽ കൂടി ആക്സിസ് പാസ് ചെയ്യണം. അതും എങ്ങനെ പാസ് ചെയ്യണം? പെർപെൻഡിക്കുലർ ടു ദ ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ ഞാനിവിടെ ഒരു ബ്ലൂ കളർ ഇട്ട് ആക്സിസ് വരയ്ക്കാൻ പോവാം. ആ ആക്സിസ് ഏതെങ്കിലും ഒരു കോർണറിൽ കൂടിയാണ് പാസ് ചെയ്ത് പോവേണ്ടത്. ആ കോർണർ ഒന്നാമത്തെ ഈ കോർണറായിട്ട് ഞാൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ കോർണറിൽ കൂടി ആക്സിസ് പാസ് ചെയ്ത് പോകുമ്പോൾ ആ ആക്സിസ് ഒന്നാമത്തെ കോർണറിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതാ. ഈ ഓപ്പോസിറ്റ് സൈഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. വളരെ സിമ്പിൾ. ഇതായിരിക്കണം നമ്മുടെ ആക്സിസ്. ഇതായിരിക്കണം നമ്മുടെ ആക്സിസ്. ഇതാണ് നമ്മുടെ ആക്സിസ്. ഇത് വരയ്ക്കാൻ പറ്റണം. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ നിസ്സാരമായിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റും. മനസ്സിലായി കാണുമല്ലോ. ഇനി നമ്മൾ ഒരു കുഞ്ഞു കാര്യം ആലോചിച്ചാൽ മതി. ഈ ആക്സിസിൽ ഒന്നാമത്തെ കോർണറിൽ ഇരിക്കുന്ന ഇവൻ ഒരു ചവിട്ട് കൊടുക്കും. ആ ചവിട്ടെന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ. ആ മൊമെന്റ് ഓഫ് ഇനർഷ്യയെ ഞാൻ I1 എന്നെടുക്കും. കഴിഞ്ഞില്ല. ഇതേ ആക്സിസിൽ രണ്ടാമത്തെ കോർണറിൽ ഇരിക്കുന്നവൻ ഒരു ചവിട്ട് ഈ ആക്സിസിൽ കൊടുക്കും. അതിനെ ഞാൻ I2 എന്നെടുക്കും. അത് രണ്ടും കൂടി ഞാൻ ആഡ് ചെയ്യും. കഴിഞ്ഞില്ല. മൂന്നാമത്തെ കോർണറിൽ ഇരിക്കുന്ന ഈ മാസും ഇതേ ആക്സിസിലിട്ട് ഒറ്റ ചവിട്ട് കൊടുക്കും. ആ ചവിട്ടും മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. അതിനെ ഞാൻ I3 എന്നെടുക്കും. എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടും. വളരെ സിമ്പിൾ ആണ്. ഇവിടെ ഇരിക്കുന്ന മാസ് ഈ ആക്സിസിൽ കൊടുക്കുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ I1, ഇവിടെ ഇരിക്കുന്ന മാസ് ഈ ആക്സിസിൽ കൊടുക്കുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ I2, ഇവിടെ ഇരിക്കുന്ന മാസ് ഈ ആക്സിസിൽ കൊടുക്കുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ I3. എല്ലാം കൂടി ആഡ് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി മക്കളെ. ഇനി മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ബേസിക് ഫോർമുല ഞാൻ ഇവിടെ ഒന്ന് എഴുതാൻ പോവാണ്. എല്ലാവരും നോക്കിക്കോ. നമ്മൾ പഠിച്ചതാണ്. I = എന്താണ്? m×x². അപ്പൊ I1 ഞാൻ കാണാൻ പോവാണ്. I1ന്റെ സ്ഥാനത്ത് ഒന്നാമത്തെ ഈ കോർണറിൽ ഇരിക്കുന്ന മാസ്, ആ മാസിനെ ഞാൻ അങ്ങോട്ട് എടുത്ത് എഴുതുകയാണ്. എം എടുത്തു.
എക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി അവിടെ അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് വിത്ത് ദ ആക്സിസ് എന്ന് എഴുതി വെച്ചോ. ഇപ്പൊ എഴുതി പോയി, എല്ലാവരും ഇപ്പൊ എഴുതി പോയി. എക്സ് എന്ന് പറഞ്ഞാൽ വെറുതെ എന്തെങ്കിലും അല്ല. എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് വിത്ത് ദ ആക്സിസ്. അതായത് ഇവിടെ നമ്മുടെ ഈ മാസ് നമ്മുടെ ആക്സിസിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഡിസ്റ്റൻസ് കാണൂല. 0² പ്ലസ് രണ്ടാമത്തെ മാസിനെ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു. അപ്പോ ആ മാസ് ക്യാപിറ്റൽ ലെറ്റർ എം ഞാൻ എഴുതി. ഇനി എനിക്ക് എന്താ വേണ്ടത്? എക്സിന്റെ സ്ക്വയർ ആണ് വേണ്ടത്. അതായത് രണ്ടാമത്തെ മാസ് നമ്മുടെ ആക്സിസുമായിട്ടുണ്ടാക്കുന്ന പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. ആ പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് ഇതാണേ, അല്ലാതെ എല്ലൊന്നും അല്ല, ഈ സൈഡല്ല. പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. രണ്ടാമത്തെ മാസ് നമ്മുടെ ഈ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് ഇത്രയേ ഉള്ളൂ. ഇത് മക്കളെ L/2 ആണ്. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് കൊടുക്കേണ്ടത് എന്തുവാ? L/2 ദ ഹോൾ സ്ക്വയർ. അടിപൊളി, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ. എക്സ് എന്താണെന്ന് അറിഞ്ഞാൽ മതി, നമുക്ക് അടിപൊളിയായിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇനി കഴിഞ്ഞില്ല, ഒരാൾ കൂടിയുണ്ട്. I3 എന്ന് പറയുന്നത് ഇതാ ഈ മൂന്നാമത്തെ മാസ് ഇതേ ആക്സിസിൽ കൊടുക്കുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ്. അപ്പൊ മൂന്നാമത്തെ ഈ മാസിനെ ഞാൻ എടുത്തെഴുതണം, എം എടുത്തെഴുതി. ഇനി രണ്ടാമതിന് എനിക്ക് എന്താ വേണ്ടത്? എക്സ് ആണ് വേണ്ടത്. എക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ മാസും നമ്മുടെ ഈ ആക്സിസും തമ്മിൽ ഉണ്ടാക്കുന്ന പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ്. മക്കളെ ഇതാണ് ആ പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ്. അത് എത്രയാ? L/2 ആണ് മക്കളെ. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് L/2 ദ ഹോൾ സ്ക്വയർ. അങ്ങനെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. I ഇത് 0 ആയി മാറും. 0 പ്ലസ് mL²/4 പ്ലസ് mL²/4. അടുത്ത സ്റ്റെപ്പില് I is equal to 2 into mL²/4 equal to mL²/2. That is our answer guys. വളരെ സിമ്പിൾ അല്ലേ ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യ? പിന്നെ എന്തിനാണ് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത്? വളരെ സിമ്പിൾ ആയിട്ട് അങ്ങ് പഠിച്ചേക്കണം. ഇനി ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ബി വിത്ത് അസ് ഗൈസ്. ഓക്കെ.